ദിവസം എന്തൊക്കെയായിരുന്നെന്ന് നോക്കിയാലോ. ഒരു സാധാരണ ദിവസമാണെങ്കിലും ചെറിയ ചെറിയ തിരക്കുകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പക്ഷെ എന്റെ ഒറ്റയ്ക്കുള്ള കാര്യങ്ങളല്ല, വീട്ടിൽ നാത്തൂനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓല് ചെയ്ത കാര്യങ്ങളും എന്റെ കാര്യങ്ങളും ഒക്കെ പാടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരക്ക് പിടിച്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്ന് പോകണേ ഓരോ വീട്ടിൽ തന്നെ. അപ്പൊ അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പൊ അതുകൊണ്ട് തന്നെ പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇന്ന് എണീക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സുബിയ സ്കെച്ച് കാണ്ട് കിടന്നുകാണ്ട് പിന്നെ ഇങ്ങനെ അവിടെ തന്നെ കിടക്കും, മയം കാര്യങ്ങളാണല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ എണീറ്റ് വരാനായിട്ട് തോന്നൂല. അപ്പൊ അവിടെ തന്നെ അങ്ങനെ ഒന്നും കൂടി കിടക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഇന്ന് എണീറ്റ് വന്നതിന്റെ ശേഷം വിചാരിച്ചു എന്താണ് ഇപ്പൊ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ കടി എന്നൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മനസ്സിക്ക് വന്നത് പുട്ടുപൊടി ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇന്നത്തെ ദിവസത്തിന് പുട്ടന്നെ ആക്കാൻ വിചാരിച്ചുകാണ്ട് അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് എങ്ങനെ വെള്ളം പാർന്ന് വെച്ചുകാണ്ട് പിന്നെ കുറച്ച് കാൽച്ചായും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അതൊന്ന് കുഴച്ചുകാണ്ട് പുട്ട് ചുടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഇതോടെ വെച്ചാണ്ട് മിറ്റം അടിക്കാൻ. നല്ല മഴ പെയ്യുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒരു ദിവസം കുറച്ച് ദിവസം ഇടുമ്പോൾ മിറ്റൊക്കെ അടിച്ചു വാരിയിട്ടു. പിന്നെ അത് വെച്ചുകാണ്ട് മിറ്റത്തേക്ക് നോക്കുന്ന സമയത്ത് മഴക്കൊക്കെ ഒരു ഒലർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ മിറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോ തന്നെ എന്താണ് ചൂലെടുക്കാനായിട്ട് തോന്നിപ്പോകും. കാരണം അത്രത്തോളം ചെമ്മലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ മഴ നിൽക്കാതെ പെയ്യണോതന്നെ തന്നെ രാവിലെ ഒന്നും അടിക്കാനും പറ്റൂല. പിന്നെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കൂലല്ലോ. ഞാൻ അങ്ങനെയാണ്. പിന്നെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റത്തെ ദിവസത്തിന് വെക്കാൻ വിചാരിച്ചു. പിറ്റത്തെ ദിവസം നേരം വെളുത്താനും ഇതേപോലെ മഴയും കാര്യങ്ങളും തന്നെ കാരം. അങ്ങനെ നല്ല രീതിക്ക് ചെമ്മലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാ തോന്നുന്നു നല്ല പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചെമ്മലാളൊക്കെ ഒന്നിട്ട് വാരിടാ, പുല്ലൊക്കെ പിന്നെ ഒരു ദിവസം ഇങ്ങനെ കുത്തർന്ന് കാണ്ടിട് പറിച്ചാന്നാട്ട് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ പുല്ലും കൂടി പറിച്ചാൽ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നേരം വൈകിയിട്ടുണ്ട്. അതിന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമാവും. മിറ്റടിച്ചൊരിങ്ങനെ തന്നെ ഒരു മണിക്കൂറൊക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പൊ പിന്നെ ഇങ്ങനെ വലിയ പുല്ലുകളൊക്കെ കണ്ടപ്പോ ഒന്നിട്ട് പറിച്ചുകാണ്ട് അടിച്ചു വരിയിട്ട് മിറ്റടിച്ചൊരു കഴിഞ്ഞ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അകത്തേക്ക് വന്ന് നോക്കുമ്പോ മോള് എണീറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. അംഗൻവാടിക്ക് പോവാനുള്ള ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മോളെ വിളിച്ചൊക്കെ ഉണർത്തി ഓളെ ഫ്രഷ് ആക്കി ഓക്ക് കഞ്ഞിയാണുള്ള ഒന്നും കുടിക്കല്. അപ്പൊ കഞ്ഞിയും കൊടുത്തുകാണ്ട് ഓളെ അംഗൻവാടിക്ക് കൊണ്ടാവാൻ വേണ്ടി ആക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് പിന്നെ എന്നോട് പറയുന്നത്, ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോ എന്നോട് പറഞ്ഞത്, ഉമ്മച്ചി എനിക്ക് ഓറഞ്ച് എവിടെ മാങ്ങ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഓക്ക് കാണിച്ചു കൊടുക്കണം പറഞ്ഞപ്പോ വേണമെങ്കിൽ ഓള് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കീറലേക്കാരം വിചാരിച്ച് ഞാൻ എന്നെ കാണിച്ചു തന്നത്. പിന്നെ കളർ കൊടുക്കാനും ഓരോ പുസ്തകം ഒന്ന് വീട്ടിലേക്ക് പൊതിയാനൊക്കെ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കൊടുക്കണതാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ തരുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓള് പിന്നെ ഞാൻ കൈയൊക്കെ പിടിച്ചിട്ടാണ് കൊടുത്തതെങ്കിലും ഓൾക്ക് വല്ലാണ്ട് ഇഷ്ടം ചില സമയത്ത് കുത്തി വരക്കാനാണെങ്കിൽ ഇഷ്ടം, കാരണം മര്യാദക്ക് കൊടുക്കാനാണെങ്കിൽ വല്ല ഇഷ്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഓള് സമയമായപ്പോ ഓളെ കൊണ്ടാക്കാൻ വേണ്ടി പോവണേ. കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയേ ഇന്ന് പിന്നെ മോള് എണീറ്റുകാണ്ട് ഞാനിങ്ങനെ കോണി ഇറങ്ങി വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം ഇന്ന് കൊണ്ടാക്കി തരേണ്ടത്, കാക്ക കൊണ്ടാക്കി തന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കാക്കാനെ വിളിച്ചെത്തിയിട്ട് ഓനാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ വന്ന് നോക്കിയപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് താത്തയും കൂടി വീട്ടിലുള്ള ദിവസമാണ്. അപ്പോത്തിന് പിന്നെ താത്ത ഞാൻ ഓളെ ഒരുക്കി പറഞ്ഞേക്കാനായപ്പോത്തിന് തന്നെ മീൻ മുറിക്കല്, ചിക്കൻ കറി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോറൊക്കെ തളിച്ച് ഊറ്റാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പണിയൊക്കെ പിന്നെ ഓര് നോക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ആരെങ്കിലും ഒക്കെ വന്നാലൊക്കെ എല്ലാരും കൂടിയാണ് പണികളൊക്കെ എടുക്കുക. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. എടുക്കണ പണി അത് എല്ലാരും കൂടി ആയിട്ട് എടുത്തു നോക്കാൻ എടുക്കലാണ് ചെയ്യലുള്ളത്. അപ്പൊ അങ്ങനെ ഓരത് ചെയ്യണ സമയം കൊണ്ട് ഞാൻ എന്നാ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങി. ചായടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് മോള് പോയതിനു ശേഷം ചായ പൊതുവെ എന്നും കുടിക്കാറുള്ളത്, ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് പരിപാടി ഒരുപാട് ഉണ്ടാവുമല്ലോ, കാരണം മക്കള് കളിക്കല് അത് ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഉണ്ടാവും അടിച്ചു വരാനായിട്ട്. പിന്നെ അടിക്കാനും തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു. പിന്നെ ഫ്രഷ് ഒക്കെ ആയി വന്നതിന് ശേഷം വീഡിയോക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ചോറിന് കൂട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബത്തല് പൊരിച്ചതുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെരങ്ങ താളിച്ച കറിയായിരുന്നു ഉണ്ടായിരുന്നത്.
പിന്നെ ഇക്കാക്കുള്ള ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് ഇക്ക വന്നിട്ടുണ്ട്. പക്ഷെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി താഴത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോഴേക്ക് ഇനി താത്താക്കും തന്നെ ഇന്ന് ഓര് വന്നത് കുറച്ച് ദിവസമായിട്ടുണ്ട്, രണ്ട് ദിവസമായിട്ടുണ്ടെങ്കിലും ഇന്ന് ഓര് പോണെന്നാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത്. അപ്പൊ ഇക്ക ഡ്യൂട്ടിന്ന് വന്നതാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോ ഓരോ കൂടെ പോവാന്ന് വെച്ചിട്ട് നിക്കാണ്. അപ്പൊ പിന്നെ ഞങ്ങള് ചോറിനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ചോറ് തിന്നലും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ ഒരുപാട് സംസാരിച്ചിട്ടും കാര്യങ്ങളാണ് ഇങ്ങനെ ചോറ് തിന്നുക. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാണ്ടാവും, കഴിയുന്നത് വരെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡിനെ പറ്റിയോ അല്ലെങ്കിൽ കറിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവും ഇക്കാക്കും തന്നെ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓർക്ക് പോവാനുള്ള സമയമായപ്പോ ഓര് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെന്ന് പറയുമ്പോ ഒരു പെട്ടെന്ന് വരവാണ്. കാരണം ക്യാമ്പിക്കൊക്കെ പോകണം പറഞ്ഞപ്പോ ഇക്ക പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ പിന്നെ ഓരും അതേപോലെ തന്നെ പോയി. മോള് അംഗനവാടിക്ക് പോകുമ്പോ ഓരുണ്ടെങ്കിലും വരുമ്പോ ഇല്ലല്ലോ. ഇനി അതൊക്കെ ചോദിക്കൂള് ഒരു പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കോൾക്ക്. വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ വേണം കേട്ടോ, ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോ ഒരു ബോറടിയാണെന്ന് പറയും. അങ്ങനെ പിന്നെ ഞാന് അംഗൻവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഊഞ്ഞാലിൽ ഇങ്ങനെ ആടാണ്ട്. അപ്പൊ കൊണ്ടുവരാൻ വരുന്നെന്ന് കാക്കാനോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഇറങ്ങിയപ്പോ ഓൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്നെ പോയിക്കൊണ്ട്. ഓള് പോയപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ടുവരാൻ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ഓനപ്പൊ അങ്ങനെ പോയിക്കാണ്ട് കൊണ്ടുവരാണ്. കൊണ്ടുവന്നാക്കിയപ്പോ ഓൻ പറയുന്നുണ്ട് ഞാൻ പോട്ടെ ഇവിടെ നിന്നോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഓള് സമ്മതിക്കൂല. ഇട്ടാണെങ്കിലോ ഓളെ പൂർണ്ണ സമ്മതം കിട്ടാതെ പോവൂല. അത് ഇനി ഓള് കരയോന്നൊക്കെ വിചാരിച്ചുകാണ്ട് ഓള് കഞ്ഞി കുടിച്ച് കഴിയുന്നത് വരെ ഓളെ താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഓളെ ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് ഓക്ക് കഞ്ഞി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നിന്നു. ഇന്നിപ്പോ കാക്ക ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞോളൂ. താഴത്തേക്ക് പോവണല്ലോ എന്നുള്ളൊരു ഇൻട്രസ്റ്റിലും കാര്യങ്ങളിലും വേഗം കുടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓന്റെ കൂടെ തന്നെ ഓരോ വീട്ടിലേക്ക് പോവാണ്. ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആദ്യം അവിടെയായിരുന്നു നിന്നിരുന്നത്, തറവാട്ടില്. അപ്പൊ ഓര് തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കണക്ഷനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമന്റ് പ്രത്യേകം ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ.